കാത്തിരിപ്പിനൊടുവിൽ ഓസ്ട്രേലിയയിലെ ക്രയോണിക്സ് കമ്പനിക്ക് തങ്ങളുടെ ആദ്യത്തെ ക്ലയന്റിനെ ലഭിച്ചിരിക്കുകയാണ്. സിഡ്നിയിൽ കഴിഞ്ഞ ദിവസം അന്തരിച്ച 80-കാരന്റെ മൃതദേഹമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. തങ്ങളുടെ ആദ്യത്തെ ക്ലയന്റിന്റെ ഹോൾബ്രൂക്കിലുള്ള സ്ഥാപനത്തിൽ ക്രയോജനിക്കലി ശീതീകരിച്ച് സൂക്ഷിച്ചതായി അവർ ABC ന്യൂസിനോട് പറഞ്ഞു. പേഷ്യന്റ് 1 എന്നാണ് ആദ്യമായി കിട്ടിയ ക്ലയന്റിന് അവർ പേരിട്ടിരിക്കുന്നത്. വളരെ അപ്രതീക്ഷിതമായാണ് തങ്ങൾക്ക് പേഷ്യന്റ് 1ന്റെ കേസ് ലഭിച്ചതെന്ന് റോഡ്സ് പറഞ്ഞു. ആവശ്യമായ ഒരുക്കങ്ങൾ നടത്തുന്നതിന് ഒരാഴ്ചത്തെ സമയമാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത് മരിച്ചതായി അറിയിച്ച ശേഷം സ്ലീപ്പിംഗ് ബാഗിൽ ഐസ് കൊണ്ട് പൊതിഞ്ഞാണ് മൃതദേഹം ആദ്യം സൂക്ഷിച്ചത്. ശരീരത്തിന്റെ താപനില 80 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തിക്കുകയായിരുന്നു. തൊട്ടടുത്ത ദിവസം മൃതദേഹം സദേൺ ക്രയോൺസിന്റെ ഹോൾബ്രൂക്കിലുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി. അവിടെ ദ്രാവക രൂപത്തിലുള്ള നൈട്രജൻ എത്തുന്നതുവരെ ഡ്രൈ ഐസിൽ സൂക്ഷിച്ചു. ശേഷം പേഷ്യന്റ് 1ന്റെ താപനില -200 ഡിഗ്രി സെൽഷ്യസായി താഴ്ത്തി. അതിനുശേഷം വാക്വം സ്റ്റോറേജ് പോഡായി പ്രവർത്തിക്കുന്ന ഒരു പ്രത്യേക ടാങ്കിൽ നിക്ഷേപിച്ചു. 10 മണിക്കൂർ നീണ്ടുനിന്ന ഈ പ്രക്രിയയ്ക്ക് 94.13 ലക്ഷം രൂപയാണ് ചെലവായത്. ഭാവിയിൽ പുനർജനനം സംഭവിക്കുന്ന പ്രതീക്ഷ